മലയാള സാഹിത്യത്തിൻ്റെ കുലപതി എം.ടി. വാസുദേവൻ നായർക്ക് വിട. മലയാള സാഹിത്യത്തിൻ്റെ കുലപതി തന്നെയാണ് എം.ടി. വാസുദേവൻ നായർ. മലയാള സിനിമയുടെയും കുലപതിയാണ് അദ്ദേഹം. എല്ലാ രംഗങ്ങളിലും അദ്ദേഹം കൈവച്ച എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയി. ഒരു കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിരുന്നു എം.ടി. മാതൃഭൂമി പതിപ്പുമായി തെറ്റിയപ്പോൾ സിനിമാ രംഗത്തേക്ക് ഇറങ്ങി എം.ടി. സിനിമയും അദ്ദേഹത്തിന് വഴങ്ങുമെന്ന് തെളിയിച്ചു. ഒരു വടക്കൻ വീരഗാഥ അടക്കമുള്ള ചിത്രങ്ങൾ, ആ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായിരുന്നു. വലിയ മൈലേജാണ് എം.ടിക്ക് കൊടുത്തത്. പക്ഷേ എം.ടിയുടെ വ്യക്തി ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു പരാജയമായിരുന്നു അദ്ദേഹം. വ്യക്തി ജീവിതത്തിൽ എം.ടി ഒരിക്കലും ഒരു നല്ല മനുഷ്യനായിരുന്നില്ല. പച്ചയ്ക്ക് തന്നെ പൊളിറ്റിക്സുകളിലേക്ക് പറയാൻ പറ്റും. വ്യക്തി ജീവിതത്തിൽ എം.ടി ഒരിക്കലും നല്ല ഒരു മനുഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ പോലെ അദ്ദേഹം വലിയൊരു മനസ്സിന് ഉടമയുമായിരുന്നില്ല. എം.ടി ആദ്യം വിവാഹം കഴിച്ചത് പ്രമീളയാണ്. പ്രമീളയും എം.ടിയും തമ്മിലുള്ള വിവാഹവും അതിനുശേഷം എം.ടി പ്രമീളയെ ചതിച്ചതും ഒക്കെ പ്രമീള ആത്മകഥാരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് അത് പ്രസിദ്ധീകരിച്ചത് പൂർണ്ണ പബ്ലിക്കേഷൻ ആയിരുന്നു. പ്രമീളയുമായുള്ള ദാമ്പത്യ ജീവിതം നിലനിൽക്കെ തന്നെ എം.ടി കലാമണ്ഡലം സരസ്വതിയുമായി, ഇപ്പോഴത്തെ ഭാര്യ കലാമണ്ഡലം സരസ്വതിയുമായി ബന്ധം സ്ഥാപിച്ചതും പ്രമീളയെ അതിക്രൂരമായി എം.ടി കൈകാര്യം ചെയ്തതും ഒക്കെ പ്രമീള തുറന്നു തന്നെ എഴുതിയിട്ടുണ്ട്. പ്രമീളയുടെ തുറന്നു പറച്ചിൽ പ്രസിദ്ധീകരിച്ച പൂർണ്ണ ബുക്സ് പിന്നീട് അത് നിർത്തിവെച്ചു. കാരണം അത്ര സെൻസേഷനിലായിരുന്നു ആ സംഭവം. അവർ പറയുന്നത് എം.ടി ഒരിക്കലും ഒരു നല്ല ഭർത്താവോ നല്ല ഒരു പ്രണയിക്കുന്ന മനുഷ്യനോ ഒന്നും ആയിരുന്നില്ല. കലാമണ്ഡലം സരസ്വതിയുമായുള്ള എം.ടിയുടെ ബന്ധം പ്രമീള പലപ്പോഴും തടസ്സപ്പെടുത്തിയിരുന്നു. പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ബന്ധം എം.ടി തുടർന്നു പോയി. ആ ബന്ധം എം.ടി തുടർന്നു പോയപ്പോൾ നഷ്ടപ്പെട്ടത് പ്രമീളയുടെ ദാമ്പത്യമാണ്. പ്രമീള അത് തുറന്നെഴുതിയപ്പോൾ, പൂർണ്ണ ബുക്സ് അത് പ്രസിദ്ധീകരിച്ചപ്പോൾ പൂർണ്ണ ബുക്സിനുമേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തി എം.ടി. ഒറ്റ എഡിഷൻ മാത്രമേ ആ പുസ്തകം ഇറങ്ങിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് കിട്ടുന്ന അറിവ്. പ്രമീള എം.ടിയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പ്രമീള എം.ടിയെ ഒരുപാട് നിയന്ത്രിച്ചിരുന്നു. എം.ടിയുടെ ഒരു കാലത്തെ ജീവിതം അരാജക ജീവിതമായിരുന്നു. എം.ടിയുടെ കൃതികളൊക്കെ ഒരു പരിധിക്കപ്പുറം ഒരു ദേശത്തിനപ്പുറം വളരാൻ, കേരളം എന്ന ദേശത്തിനപ്പുറം വളരാൻ സഹായിച്ചത് പ്രമീളയായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നല്ല അറിവുണ്ടായിരുന്നു പ്രമീളയ്ക്ക്. എം.ടിയുടെ മഞ്ഞും നാലുകെട്ടും ഒക്കെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഒക്കെ തയ്യാറായി നിന്നത്, സഹായിച്ചത് പ്രമീളയായിരുന്നു. അതുകൊണ്ട് തന്നെ എം.ടി മരണമടഞ്ഞ് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ പ്രമീളയുമായുള്ളൊരു ബന്ധം കൂടെ ചർച്ചാ വിഷയം ആക്കേണ്ടതാണ്. പ്രമീള ക്യാൻസർ രോഗം ബാധിച്ച് വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ ഒന്നും കാണാൻ പോലും തയ്യാറായിരുന്നില്ല എം.ടി എന്ന മനുഷ്യത്തെ സ്നേഹിക്കുന്ന സാഹിത്യകാരൻ. പ്രമീളയൊന്ന് കാണാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. അത്രയേറെ അകന്നുപോയി പ്രമീളയും എം.ടിയും തമ്മിൽ. എന്തുകൊണ്ട് എം.ടി പ്രമീളയെ കാണാൻ തയ്യാറായില്ല എന്ന ചോദ്യം ബാക്കിയാകുന്നു. മറ്റൊന്നു കൂടിയുണ്ട്. പ്രമീള അന്തരിച്ചപ്പോൾ പ്രമീളയെ ഒരു നോക്ക് കാണാൻ എം.ടി എത്തിയില്ല. അപ്പോൾ എം.ടി പല പൂക്കളിൽ നിന്ന് ശലഭം നുകരുന്ന ഒരു തേന്മണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. എം.ടിയെ പറ്റി ഇപ്പോൾ വാഴ്ത്തുപാട്ടുകൾ ഏറെയാണ്.
പണ്ടത്തെ പാണന്മാർ പറയുന്നത് പോലെയുള്ള ബാധിക്കപ്പെട്ടത്. അതിനപ്പുറവും ഒരു MT ഉണ്ടായിരുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. MTക്ക് ആചാരം വെച്ച് MTയെ യാത്രയാക്കി കേരള സർക്കാർ. ആചാര വെടിവെച്ച് MTയെ യാത്രയാക്കുമ്പോൾ MTക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളത് മലയാളത്തിലെ മാധ്യമങ്ങൾ മറന്നുപോയി. അതുകൊണ്ടാണ് ആ ഭാര്യയുടെ കഥയുമായി പൊളിറ്റിക്സ് കേരള എത്തുന്നത്. പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ് എപ്പോഴും അപ്പോഴും പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ്. തമസ്കരിക്കപ്പെട്ടവരുടെ കഥകൾ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കും. തമസ്കരിക്കപ്പെട്ടവരുടെ പരിദേവനങ്ങൾ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കും. തമസ്കരിക്കപ്പെട്ടവരുടെ ചിന്താഗതികൾ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കും. അതിൽ തമസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രമീള. MTയെ MT ആക്കിയത് പ്രമീളയാണ്. അതിൽ ഒരു തർക്കവുമില്ല. MTയുടെ കൃതികൾ ഇംഗ്ലീഷിലേക്ക്, ആംഗലേയ സാഹിത്യത്തിലേക്ക്, അന്ന് ആംഗലേയ സാഹിത്യം എന്നാണ് പറയുന്നത്, ആംഗലേയ സാഹിത്യത്തിലേക്ക് പരിവർത്തനം ചെയ്തത്, പരിഭാഷപ്പെടുത്തിയത് പ്രമീളയാണ്. പിന്നീട് കലാമണ്ഡലം സരസ്വതി എന്ന സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ MTയുടെ മനസ്സൊന്ന് ഇളകി. MTയുടെ മനസ്സ് ഇളകുമ്പോൾ പലർക്കും അത് സ്വാഭാവികമായ ഒരു കലാകാരൻ്റെ മനസ്സിൻ്റെ ചാഞ്ചാട്ടമായി മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ പ്രമീള ഒരുപാട് സ്നേഹിച്ചിരുന്നു MTയെ. അവസാന കാലഘട്ടത്തിൽ ക്യാൻസർ രോഗബാധിതയായി അവർ കിടന്ന് പിടച്ച കാലഘട്ടത്തിൽ MT അവരെ കാണാനെത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. MT കാണാൻ എത്തിയില്ല. അവരുടെ ശവസംസ്കാരത്തിന് പോലും MT എത്തിയില്ല. MT അപ്പോഴേക്കും അതിനപ്പുറമായി വളർന്നു കഴിഞ്ഞു. MTയുടെ കൃതികൾ പല ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്താൻ ആൾക്കാർ എത്തിയിരുന്നു. അവിടെ പ്രമീള ഒന്നുമല്ലാതായി മാറി. അവിടെ പ്രമീള ഒന്നുമല്ലാതായി മാറിയത് മാത്രമല്ല, പ്രമീള അപ്രസക്തമായി മാറി. പക്ഷേ പൊളിറ്റിക്സ് കേരളയ്ക്ക്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് പ്രകാരം, അവസാന കാലഘട്ടം വരെ പ്രമീള MTയെ സ്നേഹിച്ചിരുന്നു. അവസാന കാലഘട്ടം വരെ പ്രമീള MTയെ സ്നേഹിച്ചിരുന്നു എന്ന് മാത്രമല്ല, MTയുടെ കാലിബറിനെ, MTയുടെ എഴുത്തിൻ്റെ വൈഭവത്തെ അവർ അംഗീകരിച്ചു. MTക്ക് അത് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. പ്രമീളയെ, ആദ്യഭാര്യയായ പ്രമീളയെ MT മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ MTക്ക് സാധിച്ചില്ല എന്നുള്ളത് MTയുടെ ജീവിതത്തിലെ ഒരു വലിയ പരാജയമാണ്, വലിയൊരു പരാജയം. MT യാത്രയായി പ്രമീള ഇന്നില്ല. പക്ഷേ ഓർമ്മകളിൽ ബൊഗൈൻവില്ല ചെടികൾ പോലെ പ്രമീള നിൽക്കുന്നു. ബൊഗൈൻവില്ല ചെടികൾക്ക് മണവുമില്ല, മറ്റ് സൗഭാഗ്യങ്ങളുമില്ല. പക്ഷെ അത് പൂത്തു തന്നെ നിൽക്കും.